2011 ജനുവരി മാസം 19 കേരളത്തിലെ കാസർഗോഡ് ജില്ലയിലെ അമ്പലത്തറ പോലീസ് സ്റ്റേഷൻ അതിന്റെ പതിവ് രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സാധാരണയേക്കാൾ കുറച്ച് തണുപ്പുള്ള രാത്രിയായിരുന്നു അത്. സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം തങ്ങളുടെ രാത്രികാല പെട്രോളിംഗ് ഡ്യൂട്ടിക്കായി തയ്യാറെടുക്കുകയായിരുന്നു. അങ്ങനെ ഒടുവിൽ രാത്രി ഏകദേശം 10 മണിയോടെ പോലീസുകാർ തങ്ങളുടെ വാഹനങ്ങളും എടുത്ത് പെട്രോളിംഗിനായി സ്റ്റേഷനിൽ നിന്നും പുറത്തേക്കിറങ്ങി. സ്റ്റേഷനിലെ ആ മഞ്ഞ വെളിച്ചത്തിന് കീഴിൽ തങ്ങളുടെ ജോലികൾ ചെയ്തുകൊണ്ട് 2-3 പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമാണ് പിന്നീട് അവിടെ ബാക്കിയുണ്ടായിരുന്നത്. സമയം രാത്രി 10 മണി കഴിഞ്ഞിട്ടുണ്ടാകും. ആ കഠിനമായ തണുപ്പിൽ ഭയന്ന് വിറച്ചുകൊണ്ട് കടുത്ത മാനസിക സമ്മർദ്ദത്തിലായ ഒരു 47-കാരൻ സ്റ്റേഷനിലേക്ക് കയറി വന്നു. രാമൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം വരുന്നത് കണ്ട് അവിടെ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ചോദിച്ചു, "എന്താണ് സർ, എന്ത് പരാതിയാണ് നിങ്ങൾക്ക് നൽകാനുള്ളത്?" അദ്ദേഹം പറഞ്ഞു, 6 മാസം മുൻപ്, അതായത് 2010 ജൂൺ 5 രാവിലെ നല്ല മഴ പെയ്യുന്ന സമയം എൻ്റെ മകൾ 17 വയസ്സുകാരിയായ രേഷ്മ +2 പഠനം കഴിഞ്ഞ് കാഞ്ഞങ്ങാട് ഭാഗത്ത് ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സിന് ചേർന്നിട്ടുണ്ടായിരുന്നു. അന്ന് ആ സെന്ററിലേക്ക് പോകാൻ വേണ്ടിയാണ് അവൾ വീട്ടിൽ നിന്നും ഇറങ്ങിയത്. എന്നാൽ പഠിക്കാൻ പോയ എൻ്റെ മകൾ പിന്നീട് ഒരിക്കലും വീട്ടിലേക്ക് തിരിച്ചു വന്നില്ല. അന്ന് വൈകുന്നേരം ഞാൻ ആ സെന്ററിലും പോയി നോക്കി. അവിടെയുള്ള ബന്ധുക്കളുടെ വീടുകളിലും അവളുടെ കൂട്ടുകാരുടെ വീടുകളിലും എല്ലാം ഞാൻ തിരഞ്ഞു. പക്ഷെ എവിടെ തിരഞ്ഞിട്ടും എനിക്ക് എൻ്റെ മകളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നീട് തൊട്ടടുത്ത ദിവസം രാവിലെ എൻ്റെ ഒരു സുഹൃത്തിന് ഒരു ഫോൺ കോൾ വന്നു. എറണാകുളത്ത് നിന്നായിരുന്നു ആ കോൾ വന്നത്. സംസാരിച്ചത് മറ്റാരുമല്ല, എൻ്റെ മകൾ തന്നെയായിരുന്നു. അവൾ സുഹൃത്തിനോട് പറഞ്ഞു, "ഞാൻ എറണാകുളത്ത് വന്ന് നല്ലൊരു ജോലിയിൽ പ്രവേശിച്ചിട്ടുണ്ട്. ഈ ജോലിയിൽ ഞാനൊന്ന് സെറ്റിലാകുന്നത് വരെ ആരും എന്നെ അന്വേഷിച്ച് വരരുത്. 2 മാസം കഴിഞ്ഞ് ഞാൻ അച്ഛനെ വിളിച്ചോളാം എന്നായിരുന്നു അവൾ പറഞ്ഞത്." ഇത്രമാത്രം പറഞ്ഞിട്ട് അവൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു. ആരോടും ഈ വിവരം പറയരുതെന്നും അവൾ പറഞ്ഞിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഞാനും മകളെ പിന്നീട് ശല്യം ചെയ്യാൻ പോയില്ല. എന്നാൽ 2 മാസം കഴിഞ്ഞ് ഞാൻ മകളെ ഫോണിൽ വിളിച്ചപ്പോൾ അവളുടെ മൊബൈൽ ഫോൺ എപ്പോഴും സ്വിച്ച് ഓഫ് എന്ന് തന്നെയാണ് കാണിച്ചത്. അവൾ എവിടെയാണ്, എന്ത് ചെയ്യുകയാണ്, ഭക്ഷണം കഴിച്ചോ, സുഖമായിരിക്കുന്നോ എന്ന് പോലും എനിക്ക് അറിയാൻ കഴിഞ്ഞില്ല. ഞാൻ എറണാകുളത്ത് പോയി പലയിടങ്ങളിലും തിരഞ്ഞു. പക്ഷെ എനിക്ക് എൻ്റെ മകളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. എങ്ങനെയെങ്കിലും എൻ്റെ മകളെ കണ്ടെത്തി എനിക്ക് തിരികെ നൽകണം എന്ന് പറഞ്ഞ് അദ്ദേഹം ആ പോലീസ് ഉദ്യോഗസ്ഥന് മുന്നിൽ പരാതി നൽകി. ഇത് കേട്ടപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥനും ശരിക്കും ഞെട്ടിപ്പോയി. കാരണം ഈ സംഭവം നടന്നിട്ട് ഇപ്പോൾ 6-7 മാസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. 6-7 മാസം മുൻപ് കാണാതായ ഒരു പെൺകുട്ടിയെക്കുറിച്ചുള്ള വിവരവുമായി ഇപ്പോൾ സ്റ്റേഷനിൽ വന്നതിന് പോലീസുകാർക്ക് ആ രാമനോട് ദേഷ്യമാണ് തോന്നിയത്. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, പെൺകുട്ടി വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുമ്പോൾ അവൾക്ക് വെറും 17 വയസ്സ് മാത്രമായിരുന്നു പ്രായം. അതായത് അവൾ ഒരു മൈനർ ആയിരുന്നു. എന്നാൽ ഈ രാമൻ സ്റ്റേഷനിൽ വന്ന് പരാതി നൽകുമ്പോൾ അവൾക്ക് 18 വയസ്സ് തികഞ്ഞിട്ടുണ്ടായിരുന്നു. എറണാകുളത്തേക്ക് പോയി എന്ന് പറയപ്പെടുന്ന രേഷ്മയെ പോലീസുകാർക്ക് കണ്ടെത്താൻ കഴിഞ്ഞോ ഇല്ലയോ? രേഷ്മ യഥാർത്ഥത്തിൽ എങ്ങോട്ടേക്കാണ് പോയത്? അവൾക്ക് എന്ത് സംഭവിച്ചു? എന്തുകൊണ്ടാണ് അവൾ 6-7 മാസമായിട്ടും വീട്ടിൽ വരാതിരുന്നത്, അച്ഛനെ ബന്ധപ്പെടാത്തത്? അവൾക്ക് ശരിക്കും എന്താണ് സംഭവിച്ചത്? ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാനും അന്വേഷിക്കാനും പോകുന്നത് 2011-12 കാലഘട്ടത്തിൽ കേരളക്കരയെ മുഴുവനും നടുക്കിയ, അതിശയിപ്പിക്കുന്നതും ഭയപ്പെടുത്തുന്നതുമായ ഒരു സംഭവത്തെക്കുറിച്ചാണ്. അതുകൊണ്ട് വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക. രേഷ്മയ്ക്ക് എന്ത് സംഭവിച്ചു എന്നറിയുന്നതിന് മുൻപ് നിങ്ങളിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ പിന്തുണ അറിയിക്കുക. ഇനിയും വീഡിയോ ലൈക്ക് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് വീഡിയോ തുടർന്ന് കാണുക. ലോക്കൽ പോലീസ് ഈ കേസ് വളരെ ഗൗരവത്തോടെ തന്നെയാണ് എടുത്തിരുന്നത്. തുടക്കം മുതൽ അവർ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. എങ്കിലും അവരുടെ ഉള്ളിൽ ഒരു ആശയക്കുഴപ്പമുണ്ടായിരുന്നു. അതായത് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി വെറും 6 ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ആ പെൺകുട്ടിക്ക് 18 വയസ്സ് തികഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ അവൾക്ക് ഇഷ്ടമുള്ള മറ്റാർക്കെങ്കിലും ഒപ്പം അവൾ ഇറങ്ങിപ്പോയതായിരിക്കും. അതുകൊണ്ടായിരിക്കും അവൾ മാതാപിതാക്കളെ കോണ്ടാക്ട് ചെയ്യാത്തത്. ഇതായിരുന്നു അക്കാലത്ത് ലോക്കൽ പോലീസിനുണ്ടായിരുന്ന പ്രധാനപ്പെട്ട സംശയവും ആശയക്കുഴപ്പവും. എങ്കിലും പെൺകുട്ടിയുടെ അച്ഛൻ്റെ സുഹൃത്തിന് വന്ന ആ ഫോൺ കോളിന്റെ ലൊക്കേഷൻ പരിശോധിച്ചപ്പോൾ അത് കാണിച്ചതും എറണാകുളം തന്നെയായിരുന്നു. ഇതോടെ പോലീസുകാർ ചിന്തിച്ചത് മറ്റൊന്നാണ്. ഈ പെൺകുട്ടി മറ്റാരുടെയെങ്കിലും കൂടെ ഒളിച്ചോടിയതായിരിക്കാം. അച്ഛനും അമ്മയും അത് നമ്മളിൽ നിന്നും ഒളിക്കുന്നതായിരിക്കും.
ഇതൊക്കെ വിചാരിച്ചുകൊണ്ട് അവർ കൂടുതൽ അന്വേഷണങ്ങൾ നടത്താതെ ഈ കേസ് അങ്ങനെ മാറ്റിവെക്കുകയായിരുന്നു. ഇതൊക്കെ കണ്ടപ്പോൾ പെൺകുട്ടിയുടെ അച്ഛനായ രാമൻ എന്താണ് ചെയ്തതെന്ന് അറിയണ്ടേ? ലോക്കൽ പോലീസ് ഇതിൽ യാതൊരു നടപടിയും എടുക്കില്ല എന്ന് മനസ്സിലാക്കിയ അദ്ദേഹം SP ഓഫീസിൽ പോയാൽ മാത്രമേ ഈ കേസിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാകൂ എന്ന് കരുതി 10 ദിവസത്തിനുള്ളിൽ നേരെ ആ ജില്ലയിലെ SP ഓഫീസിലേക്ക് ചെന്നു. അവിടെ ചെന്ന് അദ്ദേഹം പരാതി നൽകി. എൻ്റെ മകളെ കണ്ടെത്തി തരണം. ലോക്കൽ പോലീസ് അവളെക്കുറിച്ച് അന്വേഷിക്കുന്നതേയില്ല. ദയവായി അവളെ കണ്ടുപിടിക്കാൻ സഹായിക്കണം. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ SP ഓഫീസിൽ നിന്നും ഈ ലോക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു നിർദ്ദേശം വന്നു. ഈ കേസിനെ കുറിച്ച് കൃത്യമായ അന്വേഷണം നടത്തുക. ആ പെൺകുട്ടി എവിടെയാണെന്നും അവളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നും കണ്ടെത്തുക. ഇതോടെ ലോക്കൽ പോലീസ് രാമനെ വീണ്ടും സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാൻ തുടങ്ങി. നിങ്ങളുടെ മകൾക്ക് മറ്റാരുമായെങ്കിലും ബന്ധമുണ്ടായിരുന്നോ? നിങ്ങൾക്ക് ആരെയാണ് സംശയം? അവൾ ആരുടെയെങ്കിലും കൂടെ പോകാൻ സാധ്യതയുണ്ടോ? അതല്ലെങ്കിൽ അവൾ എവിടെയാണ് ജോലി ചെയ്തതെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? ഇങ്ങനെ എല്ലാ തരത്തിലുള്ള ചോദ്യങ്ങളും അവർ ചോദിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, അതെ സാർ, എൻ്റെ മകൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നന്നായി പാടുമായിരുന്നു. അതുകൊണ്ട് അവൾ ബിജു എന്ന് പറയുന്ന ഒരാളുടെ ബാൻഡിൽ ചേർന്ന് ഒരുപാട് കൺസേർട്ടുകളിൽ പാടിയിട്ടുണ്ട്. ബിജുവാണ് അവൾക്ക് ഒരുപാട് അവസരങ്ങൾ നൽകിയിരുന്നത്. ബിജുവും നന്നായി പാടുന്നയാളാണ്. ഈ ബിജുവിനെ കുറിച്ച് ഒന്ന് അന്വേഷിച്ചാൽ ചിലപ്പോൾ എന്തെങ്കിലും വിവരം ലഭിച്ചേക്കാം എന്നെനിക്ക് തോന്നുന്നു. ഒരുപക്ഷെ ഈ പാട്ട് പരിപാടിക്കായി ബിജു തന്നെയായിരിക്കാം അവളെ എറണാകുളത്തേക്ക് വിളിച്ചു വരുത്തിയത്. അതല്ലെങ്കിൽ ബിജു തന്നെ അവളോട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകാം. തൻ്റെ ഇത്തരം സംശയങ്ങളെല്ലാം ആ അച്ഛൻ പോലീസ് ഉദ്യോഗസ്ഥനോട് തുറന്നു പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസുകാർ ഈ ബിജു ആരാണെന്നും അവനിപ്പോൾ എവിടെയാണെന്നും അന്വേഷിക്കാൻ തുടങ്ങി. അന്വേഷണത്തിൽ അവൻ ഏകദേശം 37 വയസ്സുണ്ടെന്നും അവൻ ഈ മ്യൂസിക് ബാൻഡ് നടത്തുന്നത് കൂടാതെ മണൽ കരിങ്കൽ ബിസിനസ് ചെയ്യുന്നുണ്ടെന്നും പോലീസിന് മനസ്സിലായി. ഉടൻ തന്നെ പോലീസ് ബിജുവിനെ വിളിപ്പിച്ചു. അവനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ പോലീസ് ബിജുവിനോട് ചോദിച്ചു, നിനക്ക് ഈ രേഷ്മയെ അറിയാമോ? നീയാണോ രേഷ്മയെ എറണാകുളത്തേക്ക് വിളിച്ചത്? നിനക്കിതിനെക്കുറിച്ച് എന്തെങ്കിലും ഓർമ്മയുണ്ടോ? അപ്പോൾ അവൻ പറഞ്ഞു, അതെ സാർ, ഞാൻ അവളെ അവസാനമായി കണ്ടത് 6-7 മാസം മുൻപാണ്. ഞാൻ ഒറ്റയ്ക്ക് ട്രെയിനിലാണ് എറണാകുളത്തേക്ക് പോയത്. അതിനുശേഷം ഞങ്ങൾ രണ്ടുപേരും റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പിരിഞ്ഞു. അവൾ അവളുടെ ജോലി നോക്കി പോയി. ഞാൻ എൻ്റെ കാര്യങ്ങൾക്കും പോയി. അതിനുശേഷം ഞാൻ അവളെ കണ്ടിട്ടേയില്ല. അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ ചോദിച്ചു, പിന്നെ എന്തുകൊണ്ടാണ് നീ അവളെ പിന്നീട് അന്വേഷിക്കാതിരുന്നത്? എന്തുകൊണ്ടാണ് അവളെ കാണാതിരുന്നത്? ഇതിന് ബിജു മറുപടി നൽകി, ഞാൻ എൻ്റെ ജോലികളുടെ തിരക്കിലായിരുന്നു സാർ, അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാതിരുന്നത്. തുടർന്ന് പോലീസ് ചോദിച്ചു, അവളെ ഇപ്പോൾ കാണാതായിരിക്കുകയാണ്. അവൾ ഏത് കമ്പനിയിലാണ് അല്ലെങ്കിൽ ഏത് സ്ഥലത്താണ് ജോലി ചെയ്യുന്നതെന്ന് നിന്നോട് പറഞ്ഞിരുന്നു? പോലീസുകാർ തന്നെ സംശയിച്ച് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത് കണ്ടപ്പോൾ ബിജു പറഞ്ഞു, സാർ ഇവിടെ നോക്കൂ, ഞാൻ ഈ രേഷ്മയോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ അവളെ അവസാനമായി കണ്ടത് റെയിൽവേ സ്റ്റേഷൻ വെച്ചാണ്. അതിനുശേഷം ഞങ്ങൾ തമ്മിൽ യാതൊരു സംസാരം ഉണ്ടായിട്ടില്ല. ഈ രേഷ്മയെ പോലെ ഒരുപാട് സ്ത്രീകൾ എൻ്റെ അടുത്ത് വരാറുണ്ട്. അവർ പാടാൻ വേണ്ടി വരുന്നതാണ്. ഞാൻ എപ്പോഴും എല്ലാവരുടെയും കൂടെ ഉണ്ടാകാറുണ്ട്. പ്രത്യേകിച്ചും ഈ രേഷ്മയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവൾ എന്നേക്കാൾ 20 വയസ്സ് കുറവുള്ളൊരു പെൺകുട്ടിയാണ്. അവളൊരു കുട്ടിയാണ് സാർ. അതുകൊണ്ട് ഞാൻ ആ കുട്ടിയോടൊന്നും ചെയ്യില്ല. നിങ്ങൾ എന്നെ വെറുതെ ബുദ്ധിമുട്ടിക്കരുത്. അവൾ എറണാകുളത്തേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് എന്നോട് പറഞ്ഞിരുന്നു, നിങ്ങൾ എപ്പോഴും എറണാകുളത്ത് പോകാറുള്ളതല്ലേ, ഞാൻ നിങ്ങളുടെ കൂടെ വന്നാൽ എനിക്ക് സുരക്ഷിതമായിരിക്കുമെന്ന്. അങ്ങനെയാണ് അവൾ എൻ്റെ കൂടെ ട്രെയിനിൽ വന്നത്. അതല്ലാതെ ഞങ്ങൾ തമ്മിൽ വേറെ യാതൊരു ബന്ധവുമില്ല. ബിജു ഇതെല്ലാം പോലീസ് ഉദ്യോഗസ്ഥനോട് തുറന്നു പറഞ്ഞു. ഇപ്പോൾ പോലീസിന്റെ പക്കൽ ബിജുവിനെതിരെ യാതൊരു തെളിവുമില്ലായിരുന്നു. അതേസമയം രേഷ്മ എവിടെയാണെന്നോ അവൾ എന്ത് ചെയ്യുകയാണെന്നോ ഉള്ളതിനെക്കുറിച്ച് ഒരു വിവരവും ഇല്ലായിരുന്നു. ഇതോടെ ഈ കേസ് എങ്ങനെ അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകുമെന്നറിയാതെ ദിവസങ്ങളോളം പോലീസുകാർ കടുത്ത ആശയക്കുഴപ്പത്തിലായി. എന്നാൽ അതൊക്കെയും പോലീസിന് ഒരു ഘട്ടത്തിൽ പരാജയം മാത്രമാണ് സമ്മാനിച്ചത്. ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന് മുന്നിലുള്ള ഏറ്റവും വലിയ 2 ദൗത്യങ്ങൾ ഇതായിരുന്നു. 1. രേഷ്മ എവിടെയാണെന്നും അവളിപ്പോൾ എന്ത് ചെയ്യുകയാണെന്നും കണ്ടെത്തുക. 2. ഈ സംഭവത്തിൽ ബിജുവിന് എന്തെങ്കിലും പങ്കുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പുവരുത്തുക. ഇതോടെ പോലീസ് ഉദ്യോഗസ്ഥൻ ഈ കേസിനെ കുറിച്ച് വീണ്ടും ഗൗരവമായി ചിന്തിക്കാൻ തുടങ്ങി. ഈ സംഭവം നടന്ന കാസർഗോഡ്, എറണാകുളം, കോഴിക്കോട് ഉൾപ്പെടെയുള്ള ജില്ലകളിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലേക്കും ഈ പെൺകുട്ടിയുടെ ഫോട്ടോ സഹിതം ഒരു സർക്കുലർ അയച്ചു. ഒരു പെൺകുട്ടി ജോലി അന്വേഷിച്ച് എറണാകുളത്തേക്ക് വരികയും പിന്നീട് അവളെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട് എന്ന് കാണിച്ചു. എന്നാൽ ഒരു സ്റ്റേഷനിൽ നിന്നും കാസർഗോഡ് പോലീസിന് ഈ പെൺകുട്ടിയെക്കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചില്ല. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ വന്നപ്പോൾ പോലീസ് ബിജുവിനെ രഹസ്യമായി നിരീക്ഷിക്കാൻ തുടങ്ങി. അവൻ എങ്ങോട്ടൊക്കെയാണ് പോകുന്നത് എന്നവർ മനസ്സിലാക്കി. പ്രത്യേകിച്ചും അവൻ മണൽ ബിസിനസ് ചെയ്യുന്ന ആളായതുകൊണ്ട് പല സ്ഥലങ്ങളിലായിട്ടായിരുന്നു താമസിച്ചിരുന്നത്.
പോലീസുകാർ അത് തിരിച്ചറിഞ്ഞു. തുടർന്ന് 2010 മുതൽ 2011 വരെയുള്ള കാലയളവിൽ അവൻ താമസിച്ചിരുന്ന എല്ലാ സ്ഥലങ്ങളുടെയും ഒരു ലിസ്റ്റ് തയ്യാറാക്കാൻ അവർ ഒരു രഹസ്യ അന്വേഷണം നടത്തി. പോലീസ് ഈ സ്ഥലങ്ങളിലെല്ലാം നേരിട്ട് ചെന്ന് അന്വേഷണം നടത്തിയപ്പോഴാണ് ഒരു കാര്യം പുറത്തു വരുന്നത്. രേഷ്മയെ കാണാതായ ആ സമയത്ത്, അതായത് ജൂൺ ആദ്യ വാരത്തിലും ആ മാസത്തിലെ 2ാമത്തെ ആഴ്ചയിലും അവൻ എറണാകുളത്ത് നിന്നും അല്പം മാറിയുള്ള മുക്കിൽ എന്ന സ്ഥലത്തായിരുന്നു താമസിച്ചിരുന്നത്. ഉടൻ തന്നെ പോലീസ് ഉദ്യോഗസ്ഥൻ ബിജുവിന്റെയും രേഷ്മയുടെയും ഫോട്ടോകളുമായി അവൻ താമസിച്ചിരുന്ന ആ വീടിന്റെ ഉടമസ്ഥനെ കണ്ട് ചോദ്യം ചെയ്തു. അതുമാത്രമല്ല, ആ തെരുവിലുള്ള ചില ആളുകളെയും അവർ ചോദ്യം ചെയ്തു. ആ അന്വേഷണത്തിലാണ് ആ നാട്ടുകാർക്കോ വീട്ടുടമസ്ഥനോ പോലും ചിന്തിക്കാൻ കഴിയാത്ത അത്രയും ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരം പോലീസിന് ലഭിക്കുന്നത്. ഈ ബിജു മാസങ്ങൾക്ക് മുൻപ് ഇവിടെ വന്ന് താമസിച്ചതാണെങ്കിലും ആ പ്രദേശത്തുള്ള എല്ലാവർക്കും അവനെ കൃത്യമായി ഓർമ്മയുണ്ടായിരുന്നു. അതിന് കാരണം അവൻ്റെ കൂടെ 18 വയസ്സോളം പ്രായം തോന്നിക്കുന്ന ഒരു പെൺകുട്ടി വന്നിട്ടുണ്ടായിരുന്നു എന്നതായിരുന്നു. കാഴ്ചയിൽ അവൾ പ്രായത്തേക്കാൾ അല്പം മുതിർന്നവളായി തോന്നിക്കുമെങ്കിലും വല്ലാതെ പ്രായം കുറഞ്ഞൊരു കുട്ടിയായതുകൊണ്ട് ഞങ്ങൾക്ക് അവളെ ഒരിക്കലും മറക്കാൻ കഴിയില്ല എന്നും കണ്ടവർ പറഞ്ഞു. ഈ മൊഴി കേട്ട ഉടൻ പോലീസ് ഉദ്യോഗസ്ഥൻ രേഷ്മയുടെ ഫോട്ടോ അവരെ കാണിച്ചിട്ട് ചോദിച്ചു, ഈ പെൺകുട്ടിയെ നോക്കൂ, ഇവളാണോ അത്? ഇതിനവർ പറഞ്ഞു, അതെ അതെ, ഈ പെൺകുട്ടി തന്നെയാണത്. ഇതോടെ എറണാകുളത്ത് നിന്നും അല്പം ദൂരെയുള്ള ഈ മുക്കിൽ എന്ന സ്ഥലത്ത് രേഷ്മയും ബിജുവിനൊപ്പം വന്ന് താമസിച്ചിരുന്നു എന്ന് പോലീസ് ഉദ്യോഗസ്ഥന് പൂർണ്ണമായും ബോധ്യപ്പെട്ടു. അങ്ങനെയെങ്കിൽ ബിജു എന്തിനാണ് പോലീസിനോട് കള്ളം പറഞ്ഞത്? അവൻ എന്തോ വലിയ കാര്യം ഒളിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ പോലീസ് അവനെ വീണ്ടും സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു. ചോദ്യം ചെയ്യാൻ തുടങ്ങി. നീ മുക്കിൽ താമസിച്ചിരുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഇക്കാര്യം ഞങ്ങളോട് പറയാതിരുന്നത്? അപ്പോൾ അവൻ പറഞ്ഞു, സാർ, നിങ്ങൾ എന്നോട് അതിനെക്കുറിച്ച് ചോദിച്ചൊന്നുമില്ലല്ലോ. ഞാൻ അവളെ എറണാകുളത്ത് വെച്ച് കണ്ടെന്നും പിന്നീട് ഞങ്ങൾ പിരിഞ്ഞു പോയെന്നും ഞാൻ പറഞ്ഞിരുന്നല്ലോ. അതിനുശേഷം എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചതേയില്ല. അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ ചോദിച്ചു, നീ എങ്ങനെയാണ് ആ പെൺകുട്ടിയെ ആ വിജനമായ സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തിയത്? അപ്പോൾ അവൻ പുതിയൊരു കഥ പറയാൻ തുടങ്ങി. സാർ, ഞാൻ അവളെ എറണാകുളത്ത് വെച്ച് അവസാനമായി കണ്ടതിന് ശേഷം 2 ദിവസം ഞാൻ ഈ വീട്ടിലാണ് താമസിച്ചത്. ഞാൻ താമസിക്കുന്ന വീട് അവൾ എങ്ങനെ കണ്ടെത്തി എന്നൊന്നും എനിക്കറിയില്ല. ഒരു ദിവസം എൻ്റെ വീടിൻ്റെ ഡോർബെൽ അടിക്കുന്നത് ഞാൻ കേട്ടു. ഞാൻ വാതിൽ തുറന്നു നോക്കിയപ്പോൾ രേഷ്മ അവളുടെ പെട്ടിയുമായി പടിക്കെട്ടിൽ നിൽക്കുന്നത് കണ്ട് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. അവളെ അവിടെ നിന്ന് ഇറക്കിവിട്ട് കളയാൻ എനിക്ക് തോന്നിയില്ല. അവൾ വളരെ ചെറിയൊരു കുട്ടിയായതുകൊണ്ട് എനിക്ക് ഭയവും പരിഭ്രമവും ഉണ്ടായിരുന്നു. ഞാൻ അവളോട് ചോദിച്ചു, എന്താണ് സംഭവിച്ചത്? നീ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത് എന്ന്. അതിനവൾ പറഞ്ഞു, എനിക്കിതുവരെ നല്ലൊരു ജോലി കിട്ടിയില്ല, ഞാൻ കുറച്ച് ദിവസം നിങ്ങളുടെ വീട്ടിൽ താമസിച്ചോട്ടെ എന്ന്. അവൾ പുറത്തു പോയാൽ സുരക്ഷിതയായിരിക്കില്ല എന്ന് കരുതി എനിക്ക് സമ്മതിക്കേണ്ടി വന്നു. അങ്ങനെ അവൾ കുറച്ച് ദിവസം എൻ്റെ വീട്ടിൽ താമസിച്ചു. ഞങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. അവൾക്ക് എന്നെ കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഒരു ദിവസം ഞാൻ അടുത്തുള്ളൊരു ടൗണിലെ മാർക്കറ്റിലേക്ക് പോയി. ഞാൻ തിരികെ വന്നപ്പോൾ അവളെ അവിടെ കണ്ടില്ല. അവൾ അവളുടെ സാധനങ്ങളെല്ലാം എടുത്ത് എന്നോടൊന്നും പറയാതെ എങ്ങോട്ടോ പോയി. ബിജു ഇങ്ങനെ ഒരു മൊഴി നൽകിയെങ്കിലും അവൻ പറയുന്നത് സത്യമാണോ അതോ കള്ളമാണോ എന്ന് തെളിയിക്കാൻ പോലീസിന്റെ പക്കൽ യാതൊരു തെളിവുമില്ലായിരുന്നു. മറുഭാഗത്ത് ഈ മനുഷ്യൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തെളിയിക്കാനുള്ള നേരിട്ടുള്ള തെളിവുകളും പോലീസിന് ലഭിച്ചില്ല. അങ്ങനെയെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥൻ എങ്ങനെ രേഷ്മയെ കണ്ടെത്തും? ഈ മനുഷ്യൻ തന്നെയാണ് കുറ്റവാളിയെന്ന് എങ്ങനെ തെളിയിക്കും? ലോക്കൽ പോലീസുകാർക്കിടയിൽ വലിയൊരു ആശയക്കുഴപ്പവും വലിയൊരു പ്രതിസന്ധി രൂപപ്പെട്ടു. ഇതിനിടയിൽ സ്പെഷ്യൽ ടീമും പല രീതിയിലുള്ള അന്വേഷണം നടത്തുന്നുണ്ടായിരുന്നു. എങ്കിലും അതൊന്നും തന്നെ ഫലം കണ്ടില്ല. അങ്ങനെ ഈ കേസ് ഏകദേശം 10 വർഷത്തോളം ഒരു ഡെഡ് എൻഡിൽ വഴിമുട്ടിയ അവസ്ഥയിൽ നിൽക്കുകയായിരുന്നു. മറുഭാഗത്ത് രേഷ്മയുടെ അച്ഛനും അമ്മയും തങ്ങളുടെ മകൾക്ക് എന്താണ് സംഭവിച്ചത്, അവൾ ഇപ്പോഴും ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്നറിയാതെ കടുത്ത മാനസിക വിഷമത്തിലായിരുന്നു. ഈ ബിജു അവളോട് എന്തോ ഒരു ദ്രോഹം ചെയ്തിട്ടുണ്ട് എന്ന് ഒരു ശക്തമായ സംശയം എല്ലാവരുടെയും ഉള്ളിൽ അവശേഷിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ പോലീസിന്റെ ഭാഗത്തു നിന്നും അനുകൂലമായി യാതൊരു പ്രതികരണം ഉണ്ടാകാതിരുന്നപ്പോൾ ആ അച്ഛൻ ചെയ്തത്, താനൊരു പിന്നോക്ക സമുദായത്തിൽപ്പെട്ട ആളായതുകൊണ്ട് അദ്ദേഹം തൻ്റെ സമുദായത്തിലെ ഒരു സംഘടനയെ സമീപിക്കുകയും അവിടുത്തെ സെക്രട്ടറിയായ സുനിൽകുമാറിനോട് തൻ്റെ സങ്കടങ്ങൾ മുഴുവൻ തുറന്നു പറയുകയും ചെയ്തു. ഇത് കേട്ട സുനിൽകുമാറാണ് ഈ കേസ് വീണ്ടും ഫയൽ ചെയ്യാനുള്ള എല്ലാ ക്രമീകരണങ്ങളും കോടതിയിൽ അഭിഭാഷകരെ ഏർപ്പെടുത്താനുള്ള എല്ലാ സഹായവും ചെയ്തു കൊടുത്തത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ അച്ഛൻ എറണാകുളം ഹൈക്കോടതിയെ സമീപിക്കുകയും ഒരു ഹേബിയസ് കോർപ്പസ് ഹർജി ഫയൽ ചെയ്യുകയും ചെയ്തു. അതായത് ഒരാളെ പെട്ടെന്ന് കാണാതാവുകയോ അല്ലെങ്കിൽ പോലീസ് നിയമവിരുദ്ധമായി കസ്റ്റഡിയിൽ വെച്ച് FIR പോലും രജിസ്റ്റർ ചെയ്യാതെ പൊതുജനങ്ങൾക്ക് മുൻപിൽ ഹാജരാക്കാതിരിക്കുകയോ ചെയ്യുന്ന സാഹചര്യത്തിലാണ് കോടതിയിൽ ഈ ഹർജി നൽകുന്നത്.
ഇത് സ്വീകരിച്ചുകൊണ്ട് കോടതി പോലീസ് ഡിപ്പാർട്ട്മെന്റിനോട് ആ വ്യക്തി ജീവനോടെ ഉണ്ടോ, എവിടെയാണ് ഉള്ളതെന്ന് ചോദിക്കുകയും ജീവനുണ്ടെങ്കിൽ കോടതിയിൽ ഹാജരാക്കാൻ ഉത്തരവിടുകയും ചെയ്തു. ഈ കേസിൽ രാമൻ ഈ നിയമം ഉപയോഗിച്ചാണ് കേസ് വീണ്ടും വീണ്ടും സജീവമാക്കി നിർത്തിയത്. എന്നിട്ടും രേഷ്മയെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ല. രേഷ്മയ്ക്ക് എന്ത് സംഭവിച്ചു? അവൾ ജീവനോടെ ഉണ്ടോ, അതോ മരിച്ചോ, അതോ മറ്റാരുടെയെങ്കിലും കൂടെ എവിടെയെങ്കിലും ജീവിക്കുകയാണോ? അവൾ വിദേശത്തേക്കെങ്ങാനും പോയോ? ഇതിനെക്കുറിച്ചൊന്നും കേരള പോലീസിനോ ലോക്കൽ പോലീസിനോ ഒരു വിവരവും കണ്ടെത്താൻ കഴിഞ്ഞില്ല. തുടർന്ന് രേഷ്മയുടെ അച്ഛൻ കേസ് CBIയിലേക്ക് കൈമാറണമെന്നാവശ്യപ്പെട്ട് കോടതിയിൽ ഹർജി നൽകി. ഇതോടെ ജഡ്ജിമാർ സർക്കാരിനോട് പറഞ്ഞു, നിങ്ങൾക്ക് ഈ കേസ് കൃത്യമായി അന്വേഷിക്കാൻ കഴിയില്ലെങ്കിൽ ഞങ്ങളിത് CBIക്ക് കൈമാറാം. അപ്പോൾ സർക്കാർ പറഞ്ഞു, വേണ്ട, ഞങ്ങൾ ഇതിനായി ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കാം. രേഷ്മ എവിടെയാണെന്ന് ഞങ്ങൾ എത്രയും പെട്ടെന്ന് കണ്ടെത്തിക്കൊള്ളാം. എന്നാൽ കോടതി ചില നിബന്ധനകൾ വെച്ചു. അതായത്, നിങ്ങൾ രൂപീകരിക്കുന്ന ഈ ടീമിൽ ഒരു ഉയർന്ന IG റാങ്കിലുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ ഉണ്ടായിരിക്കണം. അദ്ദേഹത്തിന് കീഴിൽ ചില SP-മാരും ഉണ്ടായിരിക്കണം. ഈ കേസിന്റെ പുരോഗതി എന്താണെന്ന് അവർ കോടതിയെ കൃത്യമായി അറിയിച്ചുകൊണ്ടിരിക്കണം. കേസ് വളരെ വേഗത്തിൽ അവസാനിപ്പിക്കണമെന്നും കോടതി ഉത്തരവിട്ടു. അതിന്റെ അടിസ്ഥാനത്തിൽ കേരള പോലീസ് ക്രൈംബ്രാഞ്ചിന്റെ ഒരു പ്രത്യേക സംഘം രൂപീകരിച്ചു. ആ ടീം വളരെ ആത്മാർത്ഥമായി ഈ കേസിലേക്ക് ഇറങ്ങുകയും പഴയ ഫയലുകളെല്ലാം വീണ്ടും പരിശോധിക്കാൻ തുടങ്ങുകയും ചെയ്തു. ക്രൈംബ്രാഞ്ച് ടീം തുടക്കം മുതൽ കാര്യങ്ങൾ പരിശോധിച്ചപ്പോൾ രേഷ്മയെ അവസാനമായി കണ്ടത് ബിജു മാത്രമാണെന്ന് അവർക്ക് വ്യക്തമായി. എന്നാൽ ഈ പുതിയ ടീം അന്വേഷണം നടത്തുന്ന സമയത്ത് ബിജു ജോലി ആവശ്യത്തിനായി ഗൾഫിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പോലീസിന്റെ ആദ്യത്തെ ദൗത്യം അവനെതിരെ കൃത്യമായ തെളിവുകൾ ശേഖരിച്ച് എങ്ങനെയെങ്കിലും അവനെ ഇന്ത്യയിലേക്ക് എത്തിച്ച് അറസ്റ്റ് ചെയ്യുന്നതായിരുന്നു. അങ്ങനെ അവർ ബിജുവിനെ കുറിച്ച് വീണ്ടും അന്വേഷിക്കാൻ തുടങ്ങി. അന്വേഷണത്തിൽ സംഭവം നടക്കുന്ന സമയത്ത് അവന് 37 വയസ്സുണ്ടായിരുന്നുവെന്നും അവൻ വിവാഹിതനും 2 കുട്ടികളുടെ പിതാവുമാണെന്ന് മനസ്സിലായി. അതുമാത്രമല്ല, തന്റെ കൂടെ പാടാൻ വരുന്ന സ്ത്രീകളോട് അവൻ പെട്ടെന്ന് അടുപ്പം സ്ഥാപിക്കാറുണ്ടായിരുന്നു എന്ന വിവരവും പുറത്തു വന്നു. അതുകൊണ്ട് പോലീസ് ചിന്തിച്ചത് പെൺകുട്ടിക്ക് അവനോടൊരു ആകർഷണം തോന്നിയിട്ടുണ്ടാകാം. അതുകൊണ്ടായിരിക്കാം അവൾ അവനെ വിശ്വസിച്ച് എറണാകുളത്തേക്ക് കൂടെ പോയതെന്നാണ്. അവിടെ വെച്ച് അവർ തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടാവുകയും അതിനിടയിൽ എന്തോ സംഭവിച്ചിട്ടുണ്ടാകാമെന്നും പോലീസ് സംശയിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ബിജുവിന്റെ ബിസിനസ് ബന്ധങ്ങളും മറ്റു കാര്യങ്ങളും പോലീസ് പരിശോധിച്ചു. അപ്പോഴാണ് ഈ പെൺകുട്ടി മടിയൻ എന്ന് പറയുന്ന മറ്റൊരു സ്ഥലത്തും അവന്റെ കൂടെ താമസിച്ചിരുന്നുവെന്ന് ശക്തമായ സാഹചര്യ തെളിവ് പോലീസിന് ലഭിക്കുന്നത്. ഇത്തരം ശക്തമായ തെളിവുകൾ ലഭിച്ചതോടെ അവനെ ഗൾഫിൽ നിന്നും നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ പോലീസ് ആരംഭിച്ചു. ദിവസങ്ങൾക്കുള്ളിൽ അവൻ തിരുവനന്തപുരം എയർപോർട്ടിൽ വന്നിറങ്ങുകയും പോലീസ് അവനെ അവിടെ വെച്ച് അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ തുടങ്ങുകയും ചെയ്തു. ചോദ്യം ചെയ്യലിൽ പോലീസ് അവനോട് പറഞ്ഞു, നീ എന്തിനാണ് കാര്യങ്ങൾ ഇങ്ങനെ ഒളിച്ചു വെക്കുന്നത്? ആദ്യം നീ പറഞ്ഞു അവളെ എറണാകുളത്ത് വെച്ചാണ് കണ്ടതെന്ന്. പിന്നീട് നീ താമസിച്ചിരുന്ന ആ വീട്ടിൽ അവൾ വന്നിരുന്നുവെന്നും അവിടെ നിന്ന് അവൾ പോയെന്നും നീ പറഞ്ഞു. ഇപ്പോൾ ദാ മടിയൻ എന്ന സ്ഥലത്തെ മറ്റൊരു ടൗണിലും ആ പെൺകുട്ടി നിന്റെ കൂടെ താമസിച്ചിരുന്നതായി തെളിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നീ എന്തോ ഒളിക്കുന്നുണ്ട്. കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞോ, ഇല്ലെങ്കിൽ ഈ പ്രായത്തിൽ നിനക്ക് അനുഭവിക്കേണ്ടി വരുന്ന അവസ്ഥ വളരെ മോശമായിരിക്കും. ഒടുവിൽ പോലീസിന്റെ കടുത്ത ചോദ്യം ചെയ്യലിന് മുന്നിൽ രേഷ്മയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് അവൻ തുറന്നു പറഞ്ഞു. സർ, മടിയൻ എന്ന സ്ഥലത്തെത്തിയ ശേഷവും ഞാൻ ആ പെൺകുട്ടിക്കൊപ്പം താമസിച്ചിരുന്നു. എന്നാൽ ഒരു ദിവസം ഞാൻ പുറത്തു പോയി തിരികെ വന്നപ്പോൾ അവൾ ഫാനിൽ തൂങ്ങി നിൽക്കുന്നതാണ് ഞാൻ കണ്ടത്. എനിക്കത് താങ്ങാൻ കഴിഞ്ഞില്ല. അവൾ എന്തിനാണിത് ചെയ്തതെന്ന് എനിക്കറിയില്ല. എനിക്ക് വലിയ ഭയവും പരിഭ്രമവും തോന്നി. എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ അവളെ പതുക്കെ താഴെ ഇറക്കി ജീവനുണ്ടോ എന്ന് പരിശോധിച്ചു. അവൾ മരിച്ചിട്ടുണ്ടായിരുന്നു. ഈ വിവരം പോലീസിനെ അറിയിച്ചാൽ ഞാൻ കോടതിയും കേസുമായി നടക്കേണ്ടി വരും. ഞങ്ങൾക്ക് വീട് വാടകയ്ക്ക് തന്ന ഉടമസ്ഥനെയും പോലീസ് വന്ന് ചോദ്യം ചെയ്യും. അതുകൊണ്ട് അന്ന് രാത്രി എന്ത് ചെയ്യണമെന്ന് ചിന്തിച്ചിരുന്നപ്പോൾ അതിനടുത്തുള്ളൊരു വലിയ കുളം എൻ്റെ മനസ്സിൽ വന്നു. അവളെ ആ കുളത്തിലേക്ക് എറിഞ്ഞാൽ അവിടുത്തെ മീനുകളെല്ലാം അവളുടെ ശരീരം തിന്നോളുമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ചെയ്താൽ എനിക്കിതിൽ നിന്നും എളുപ്പം രക്ഷപ്പെടാമല്ലോ എന്ന് കരുതി ഞാൻ രേഷ്മയുടെ മൃതദേഹവും അവളുടെ സാധനങ്ങളും ആ കുളത്തിലേക്ക് എറിഞ്ഞു. ബിജു പോലീസിന് ഇങ്ങനെ ഒരു മൊഴി നൽകി. അവൻ ഈ മൊഴി നൽകിയെങ്കിലും അവൻ പറയുന്ന കാരണം വിശ്വസിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർ തയ്യാറായില്ല. അതേസമയം അവൻ തന്നെയാണ് അവളെ കൊലപ്പെടുത്തിയത് എന്ന് തെളിയിക്കാനുള്ള കൃത്യമായ തെളിവുകളും പോലീസിന്റെ പക്കലില്ലായിരുന്നു. അതുകൊണ്ട് അവനെ കൊലക്കുറ്റത്തിന് അറസ്റ്റ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. അപ്പോൾ പോലീസ് ഒരു ബുദ്ധിപൂർവമായ നീക്കം നടത്തി. ഒരു മരണം നടന്നിട്ടും അത് പോലീസിനെ അറിയിക്കാതെ മൃതദേഹം ഒളിപ്പിച്ചു എന്ന കുറ്റത്തിന് അവനെതിരെ കേസെടുക്കുകയും അവന്റെ പാസ്പോർട്ട് കണ്ടുകിട്ടി കോടതിയിൽ ഏൽപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം പോലീസ് അവനെ വീണ്ടും ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ പോലീസിന്റെ അടുത്ത നീക്കം എന്തെന്നാൽ
അവൻ മൃതദേഹം വെള്ളത്തിൽ തള്ളിയതാണെങ്കിൽ ആ ശരീരം എവിടെയെങ്കിലും അടിഞ്ഞ് കരയ്ക്കടിയാൻ സാധ്യതയുണ്ടല്ലോ എന്ന് അവർ ചിന്തിച്ചു തുടങ്ങുകയായിരുന്നു. വെള്ളത്തിൽ കുടുങ്ങിക്കിടക്കുന്ന തിരിച്ചറിയപ്പെടാത്ത ഒരു മൃതദേഹം ദിവസങ്ങൾക്ക് ശേഷം ഏതെങ്കിലും പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കണ്ടെത്തിയിട്ടുണ്ടാകാമെന്ന് ക്രൈംബ്രാഞ്ച് ചിന്തിച്ചു. അങ്ങനെ അവർ 2010-11 കാലഘട്ടത്തിൽ 18 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഏതെങ്കിലും പെൺകുട്ടിയുടെ മൃതദേഹം ലഭിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ എല്ലാ സ്റ്റേഷനുകളിലേക്കും സർക്കുലർ അയച്ചു. അങ്ങനെ പരിശോധിച്ചപ്പോഴാണ് ഒരു കാര്യം വ്യക്തമായത്. 2010 ജൂണിൽ ഒരു പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നും 18 മുതൽ 20 വരെ വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു പെൺകുട്ടിയുടെ മൃതദേഹം ലഭിച്ചിട്ടുണ്ടായിരുന്നു. മീനുകളെല്ലാം തിന്ന് വല്ലാതെ ജീർണിച്ച അവസ്ഥയിലായിരുന്നു അത്. അന്ന് ആ മൃതദേഹം തിരിച്ചറിയാൻ ആരും വരാതിരുന്നതുകൊണ്ട് ആ സ്റ്റേഷനിലെ ഓഫീസർമാർ അതിന്റെ ചില അസ്ഥിഭാഗങ്ങൾ മാത്രം ശേഖരിച്ചു വച്ച ശേഷം മൃതദേഹം സംസ്കരിക്കുകയായിരുന്നു ചെയ്തത്. ഈ വിവരം അറിഞ്ഞ ഉടൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ ആ അസ്ഥികൾ ശേഖരിക്കുകയും രേഷ്മയുടെ കുടുംബാംഗങ്ങളുടെ DNA-യുമായി ഈ DNA പരിശോധിക്കുകയും ചെയ്തു. ഈ DNA റിപ്പോർട്ടിലൂടെയാണ് ബിജുവിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് ആവശ്യമായ ഏറ്റവും ശക്തമായ തെളിവ് ലഭിക്കുന്നത്. ആ മൃതദേഹം മറ്റാരുടേതുമല്ല, 18 വയസ്സുകാരിയായ രേഷ്മയുടെ തന്നെയാണെന്ന് DNA ടെസ്റ്റിലൂടെ 100% സ്ഥിരീകരിച്ചു. ഈ റിപ്പോർട്ട് ലഭിച്ചതോടെ ബിജുവിനെ എങ്ങനെ അറസ്റ്റ് ചെയ്യുമെന്നതിനെ കുറിച്ച് പോലീസിന് കൃത്യമായ ധാരണയായി. കാരണം അവൻ പറഞ്ഞ മൊഴികൾ ഒട്ടും സത്യമല്ല എന്ന് അവർക്ക് മനസ്സിലായി കഴിഞ്ഞിരുന്നു. 2-3 തവണ ചോദ്യം ചെയ്തപ്പോൾ അവൻ ഒരേ കള്ളം തന്നെ ആവർത്തിക്കുകയായിരുന്നു. ഈ പെൺകുട്ടി ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്ന് അവളുടെ അച്ഛൻ പോലീസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പോലീസിനും അതേ സംശയം ഉണ്ടായിരുന്നു. തുടർന്ന് പോലീസ് ബിജുവിനെ വീണ്ടും കസ്റ്റഡിയിലെടുത്ത് ശക്തമായി ചോദ്യം ചെയ്യാൻ തുടങ്ങി. നിനക്കെതിരെ വളരെ ശക്തമായ തെളിവുകൾ ഞങ്ങളുടെ കൈവശമുണ്ട്, അതുകൊണ്ട് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് മര്യാദയ്ക്ക് പറഞ്ഞോ, ഇല്ലെങ്കിൽ നിനക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷ വളരെ വലുതായിരിക്കും. ഒടുവിൽ പോലീസിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ബിജു ആ സത്യം തുറന്നു പറഞ്ഞു. രേഷ്മ തന്റെ കൂടെ പാടാൻ വരുന്ന സമയത്ത് അവർ തമ്മിൽ ഒരു വലിയ അടുപ്പം രൂപപ്പെട്ടു. എന്നാൽ ആ സമയത്ത് രേഷ്മ അവനോട് കല്യാണം കഴിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അവൻ അതിൽ നിന്നും ഒഴിഞ്ഞു മാറുകയായിരുന്നു. കാരണം അവൻ അപ്പോഴേക്കും വിവാഹം കഴിഞ്ഞതാണെന്ന് മാത്രമല്ല 2 കുട്ടികളുണ്ടായിരുന്നു. രേഷ്മയേക്കാൾ 20 വയസ്സ് പ്രായം കൂടുതലും അവനുണ്ടായിരുന്നു. ബിജു ആ പെൺകുട്ടിയെ വെറും ഒരു ടൈം പാസിന് വേണ്ടി മാത്രമാണ് ഉപയോഗിച്ചത്. എന്നാൽ ദിവസങ്ങൾ കഴിയുന്തോറും രേഷ്മയുടെ നിർബന്ധം കൂടി വന്നു. അവൾ അവനൊപ്പം ജീവിക്കാൻ ഉറപ്പിച്ചു. അങ്ങനെയാണ് അവൾ അവനൊപ്പം എറണാകുളത്തേക്ക് വരുന്നത്. അവിടെ എത്തി 6 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവൾക്ക് 18 വയസ്സ് തികയുകയും ചെയ്തു. ഇപ്പോൾ എനിക്ക് പ്രായപൂർത്തിയായി, അതുകൊണ്ട് നമുക്ക് എവിടെയെങ്കിലും വെച്ച് വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് അവൾ ബിജുവിനെ നിരന്തരം നിർബന്ധിക്കാൻ തുടങ്ങി. ഈ ശല്യം സഹിക്കാൻ കഴിയാതെ വന്നതോടെ ബിജു അവളോട് വഴക്കിടാൻ തുടങ്ങി. ഒടുവിൽ അവർ തമ്മിൽ അതിശക്തമായ വഴക്കുകൾ ഉണ്ടായി. ആ ദേഷ്യത്തിൽ ബിജു രേഷ്മയുടെ കഴുത്ത് ഞെരിച്ച് അവളെ കൊലപ്പെടുത്തുകയുമായിരുന്നു. അതിനുശേഷമാണ് എന്ത് ചെയ്യണമെന്നറിയാതെ അവൻ മൃതദേഹം അടുത്തുള്ള കുളത്തിൽ തള്ളിയതും അവളുടെ സാധനങ്ങൾ ദൂരേക്ക് എറിഞ്ഞു കളഞ്ഞതും. ബിജുവിൽ നിന്നും ഈ ഒരു കുറ്റസമ്മത മൊഴി രേഖപ്പെടുത്തിയ ശേഷം പോലീസ് അത് വീഡിയോയിൽ പകർത്തി. അവനെതിരെയുള്ള എല്ലാ തെളിവുകളും നിരത്തി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. ഇവിടെ മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന കാര്യം എന്തെന്നാൽ ബിജു വളരെ ആസൂത്രിതമായാണ് രേഷ്മയെ കൊലപ്പെടുത്തിയത്. എറണാകുളത്ത് എത്തിയതിന്റെ പിറ്റേ ദിവസം രേഷ്മയുടെ അച്ഛന്റെ സുഹൃത്തിന് വന്ന ആ ഫോൺ കോൾ യഥാർത്ഥത്തിൽ രേഷ്മ ചെയ്തതായിരുന്നില്ല, ബിജു തന്നെയായിരുന്നു അത് ചെയ്തത്. അവൻ ഒരു ചൈനീസ് ആപ്പ് വഴി സ്ത്രീകളുടെ ശബ്ദത്തിലേക്ക് മാറ്റാൻ കഴിയുന്ന ഒരു വോയിസ് ചേഞ്ചർ ഉപയോഗിച്ചാണ് സംസാരിച്ചത്. രേഷ്മയുടെ അച്ഛനോട് സംസാരിച്ചാൽ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുമെന്ന് കരുതിയാണ് അവൻ അച്ഛൻ്റെ സുഹൃത്തിനെ വിളിച്ച് കള്ളം പറഞ്ഞത്. അതിനുശേഷം അവൻ രേഷ്മയുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുകയും ചെയ്തു. ഇത്രയും ആസൂത്രിതമായി ഈ ക്രൂരത ചെയ്തതുകൊണ്ട് തന്നെ അവന് പരമാവധി ശിക്ഷ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. മറുഭാഗത്ത് അവൻ പോലീസിനെ എത്രമാത്രം വഴിതിരിച്ചു വിട്ടുവെന്ന് കണ്ടല്ലോ. ചോദ്യം ചെയ്യലിൽ എന്ത് പറയണം, എന്ത് പറയരുത്, ഇതൊക്കെ അവൻ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. 3-4 തവണ ചോദ്യം ചെയ്തപ്പോഴും അവൻ തന്റെ മൊഴിയിൽ ഒരൊറ്റ പോയിന്റ് പോലും മാറ്റി പറഞ്ഞില്ല. ഉദാഹരണത്തിന് ദൃശ്യം സിനിമ തന്നെ എടുക്കാം. മോഹൻലാൽ തന്റെ കുടുംബത്തിനോട് എല്ലാം പറഞ്ഞ് കൃത്യമായി എല്ലാവരും ഒരേ കള്ളം തന്നെ പറയുന്നത് പോലെ ബിജു താൻ ഉണ്ടാക്കിയെടുത്ത കള്ളക്കഥ ഒട്ടും മാറ്റമില്ലാതെ പോലീസിനോട് ആവർത്തിച്ചു കൊണ്ടേയിരുന്നു. അതുകൊണ്ടാണ് ലോക്കൽ പോലീസിന് അക്കാലത്ത് അവനെ അറസ്റ്റ് ചെയ്യാൻ കഴിയാതെ പോയത്. പക്ഷേ എത്ര വലിയ കള്ളനായാലും ഒരു നാൾ പിടിക്കപ്പെടുമെന്ന് പറയുന്നത് പോലെ ഈ കഴിഞ്ഞ 2025 മെയ് മാസത്തിലാണ് ഇതിന്റെ അന്തിമ DNA പരിശോധന ഫലം വരുന്നത്. ഇപ്പോഴും ഈ കേസ് കോടതിയുടെ പരിഗണനയിലാണ്. അവൻ എന്തൊക്കെ ശിക്ഷയാണ് ലഭിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടമാണ് കൗമാരപ്രായം. 13 മുതൽ 19 വയസ്സ് വരെയുള്ള ആ പ്രായത്തിൽ പലപ്പോഴും ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് കഴിഞ്ഞുവെന്ന് വരില്ല. പുതിയ ആഗ്രഹങ്ങളും അനാവശ്യമായ പ്രണയബന്ധങ്ങളും നമ്മെ സ്വാധീനിച്ചേക്കാം. അതിൻ്റെ ആവേശത്തിൽ എന്തും ചെയ്യാൻ മടിക്കാത്തൊരു മാനസികാവസ്ഥയിലേക്ക് ചിലർ എത്തിപ്പെടും.
പലരും ആ പ്രായത്തിലെ തെറ്റുകൾ മനസ്സിലാക്കി പിന്നീട് ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെങ്കിലും രേഷ്മയെ പോലുള്ള ചിലർ അത്തരം കെണികളിൽ അങ്ങ് പെട്ടുപോകും. ആ പ്രായത്തിൽ ആരെയാണ് സ്നേഹിക്കേണ്ടത്, ആരോടാണ് സംസാരിക്കേണ്ടത്, നമ്മളോട് സംസാരിക്കുന്ന ആളുടെ യഥാർത്ഥ ലക്ഷ്യം എന്താണ് എന്ന് തിരിച്ചറിയാൻ പല കുട്ടികൾക്കും കഴിയാറില്ല. അവർ മറ്റുള്ളവരെ കണ്ണടച്ചങ്ങ് വിശ്വസിക്കുകയും അവരുടെ കെണിയിൽ വീഴുകയും ചെയ്യുന്നു. ഈ കേസിൽ രേഷ്മയ്ക്ക് സംഭവിച്ചത് അതുതന്നെയാണ്. വിവാഹിതനായ ബിജുവിന്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. അവളുടെ ആ വാശിയാണ് അവളെ വലിയൊരു അപകടത്തിലെത്തിച്ചത്. മറുഭാഗത്ത് ബിജു ആകട്ടെ വിവാഹിതനും 2 കുട്ടികളുടെ പിതാവുമായ നല്ല പക്വതയുള്ളൊരു വ്യക്തിയായിരുന്നു. അവൻ ചെയ്യേണ്ടിയിരുന്നത് ആ പെൺകുട്ടിക്ക് തന്നോട് അങ്ങനെ ഒരു താല്പര്യം തോന്നിയപ്പോൾ അത് അവളുടെ പ്രായത്തിന്റെ അപക്വതയാണെന്ന് മനസ്സിലാക്കി കൊടുക്കുക എന്നതായിരുന്നു. ഒരു ജ്യേഷ്ഠനെ പോലെയോ അച്ഛനെ പോലെയോ അവൾ ഉപദേശിച്ച് തിരുത്തണമായിരുന്നു. എന്നാൽ അവൻ അതിന് മുതിരാതെ ആ പെൺകുട്ടിയെ തൻ്റെ ആവശ്യങ്ങൾക്കായി ഒരു ടൈം പാസായി ഉപയോഗിക്കുകയാണ് ചെയ്തത്. തൻ്റെ ആവശ്യങ്ങൾ കഴിയുമ്പോൾ അവളെ ഒഴിവാക്കാമെന്നാണ് അവൻ കരുതിയത്. പക്ഷെ ആ പെൺകുട്ടി അവനെ ആത്മാർത്ഥമായി പ്രണയിക്കുകയും അവനൊപ്പം ജീവിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തു. ഒടുവിൽ 2 പേരുടെ ചിന്തകളും വികാരങ്ങളും 2 വിപരീത ദിശയിലായതിനാൽ ആ 18 വയസ്സുകാരിയോട് ഒട്ടും ദയ കാണിക്കാതെ ബിജു അവളെ തൻ്റെ ജീവിതത്തിൽ ഒരു തടസ്സമായി കണ്ട് ക്രൂരമായി കൊലപ്പെടുത്തുകയായിരുന്നു. നമ്മുടെ വീടുകളിലുള്ള കൗമാരക്കാരായ പെൺകുട്ടികൾക്ക് പോലും ഒരു പക്ഷെ ഇങ്ങനെ ഒരു സാഹചര്യം നേരിടേണ്ടി വന്നേക്കാം. എന്നാൽ ആ പ്രായത്തിൽ ആരും തന്നെ അത്തരം തെറ്റായ തീരുമാനങ്ങൾ എടുക്കാൻ പാടില്ല. മാതാപിതാക്കൾ എപ്പോഴും തങ്ങളുടെ പെൺകുട്ടികളുമായി ഒരു സൗഹൃദ ബന്ധം സ്ഥാപിക്കുകയും അവരെന്താണ് ചെയ്യുന്നത്, ആരോടാണ് കൂടുതൽ സംസാരിക്കുന്നത്, ആരെക്കുറിച്ചാണ് അവരെപ്പോഴും ചിന്തിക്കുന്നത് എന്നൊക്കെ കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഈ കേസ് നമുക്ക് ഏവർക്കും ഒരു ചെറിയ അവബോധം നൽകി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ബിജുവിനെ പോലെയുള്ള ആളുകൾക്ക് നമ്മൾ എത്രയൊക്കെ ഉപദേശം നൽകിയാലും അവർ ഒരിക്കലും മാറാൻ പോകുന്നില്ല. അതുകൊണ്ട് നമ്മൾ തന്നെയാണ് നമ്മുടെ കുട്ടികളെ സുരക്ഷിതരായി കാത്തു സൂക്ഷിക്കേണ്ടത്. അത് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ശരി. ഈ സംഭവം നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ജാഗ്രത നൽകിയിട്ടുണ്ടാകും എന്നെനിക്ക് ഉറപ്പുണ്ട്. ഭാവിയിൽ നമ്മുടെ കുട്ടികൾ ഇത്തരക്കാരുടെ കെണിയിൽ പോയി വീഴാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ വീഡിയോ. ഈ സംഭവത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങളും ചിന്തകളും താഴെയുള്ള കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കണ്ട. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. പോകുന്നതിന് മുൻപായി ലൈക്ക് ചെയ്യാത്തവരാണെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് നൽകുക. തുടർന്നുള്ള വീഡിയോസ് ചെയ്യാനായി എനിക്കൊരു മോട്ടിവേഷൻ ആയിരിക്കും. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.